ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കാല പൊങ്കാല അയിക്കുന്ന് ഭഗവതിക്ക് പൊങ്കാല. ഇന്ന് പൊങ്കാല ദിനമാണ് കേട്ടോ. അപ്പോൾ പൊങ്കാല ദിനത്തിനോടനുബന്ധിച്ച് ഞാൻ രാവിലെ തന്നെ അയിക്കുന്ന് ഭഗവതി പാണ്ഡവഗിരി ദ്രൗപദീ ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഇതിങ്ങനെ ഈ ഒരു അമ്പലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മുൻപേ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ദ്രൗപദീ ദേവിയും പാണ്ഡവഗിരിയും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ചരിത്രവും എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഇന്ന് അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ ചെല്ലണം രാവിലെ നേരത്തെയാണ് എത്തിയത്. നേരത്തെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും എല്ലാ സജ്ജീകരണങ്ങളും ഈ അമ്പല കമ്മിറ്റിക്കാരും അതുപോലെ നാട്ടുകാരും എല്ലാം ചേർന്ന് എല്ലാ സജ്ജീകരണങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ അമ്പലത്തിലേക്ക് വരാനുള്ള സ്ഥലം ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വെങ്ങിണിശ്ശേരിയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് 9 കിലോമീറ്റർ ഉണ്ട്. കോടന്നൂർ അവിടെ വരെ നമുക്ക് ബസ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി അമ്പലം വരെ എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 9 കിലോമീറ്ററോളം ദൂരമുണ്ട്. നല്ല പീസ്ഫുള്ള്, കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്കിങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു ക്ഷേത്രമാണ് അയിക്കുന്ന് പാണ്ഡവഗിരി ദേവി. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ പറയില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അടുത്ത കാലത്താണ് ഇവിടെ പൊങ്കാല ഇടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് തന്നെ കേട്ടോ. ഒരു വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വർഷം തന്നെ ഇവിടെ എത്തണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ ആ അറ്റ്മോസ്ഫിയർ, നമ്മൾ ആ പൊങ്കാല ഇടുന്ന ആ ഭൂമി, അല്ലെങ്കിൽ അവിടേക്കൊന്നും ചവിട്ടി നിൽക്കാൻ തന്നെ കിട്ടുന്ന ഒരു കാര്യം, ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. എല്ലാം ഈ അമ്പലം ഈ നാലമ്പലം ചുറ്റും അതുപോലെ അമ്പലപ്പറമ്പ് ചുറ്റും ഈ നമുക്ക് പൊങ്കാല ഇടാനുള്ള സ്ഥലങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യം പോലെ മുല്ലപ്പൂവ്, മാല അതെല്ലാം വിൽക്കുക. ഇത് ഈ വരി നിൽക്കുന്നത് നമ്മുടെ പൊങ്കാല കലവും അവിടെയുള്ള അരിയും എല്ലാം നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ ദേവിയെ തൊഴുതതിന് ശേഷം വളരെ അച്ചടക്കമാണ് കേട്ടോ. അച്ചടക്കത്തോടു കൂടി, അല്ലെങ്കിൽ ഭയങ്കര ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാതെ ക്യൂ പാലിച്ച് അവർക്കുള്ള സമയം എത്തുമ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാവർക്കും സമാധാനപരമായിട്ടായിരുന്നു ഇവിടെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. നമ്മുടെ പാണ്ഡവരുണ്ടല്ലോ, പെരുവനം ഈ നമ്മുടെ 12 വർഷത്തെ വനവാസക്കാലം അവരുടെ ഒരു കുറച്ച് സമയം ഈ പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ അവിടെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വന്ന് ദേവി അനുഗ്രഹം കിട്ടിയതും പിന്നെ മഹാദേവ അനുഗ്രഹിച്ച കഥയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരുപാട് നല്ല കഥകളാണ്. പാണ്ഡവർ ഇവിടെ വന്നതിന് ശേഷമാണ് പാണ്ഡവഗിരി എന്ന പേര് ഈ അമ്പലത്തിന് കിട്ടിയത് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവി അതുപോലെ ഭഗവതി തന്നെയാണ്. അപ്പം ആറാട്ടുപുഴ, പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ഒരു വലിയ പങ്കാളിത്തം കൂടിയാണ് കേട്ടോ ഇവിടെ ഈ പ്രതിഷ്ഠയും ഈ ക്ഷേത്രവും. ഇത് അമ്പലത്തിൻ്റെ ഭണ്ഡാരടുപ്പെല്ലാം തയ്യാറാക്കിയിരുന്നു. അതുപോലെ നല്ല ഭജനാസംഘം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭജനയായിരുന്നു, നല്ല രസം. അവർ എന്താ പറയുക, നല്ല ഭക്തിയോടുകൂടി തന്നെയാണ് അത് കേട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവർ പാടുന്നുണ്ടായിരുന്നത്. പിന്നെ നല്ല പോലെ പാല പൂത്ത് നിൽക്കുന്നുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെയാണ് കേട്ടോ പാല പൂത്ത് നിൽക്കുന്നു. അതിന് ചുവട്ടിലും പണ്ട് നമ്മുടെ അടുപ്പുകൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പൊക്കെ കൂട്ടി അവർക്കെല്ലാം ഓലച്ചുരുട്ടും എല്ലാ സാധനങ്ങളും അമ്പലത്തിൽ കമ്മിറ്റിക്കാരെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് സമാധാനത്തോടു കൂടി വരിക, സമാധാനത്തോടു കൂടി പൊങ്കാലയിടുക, സമാധാനത്തോടും ഐശ്വര്യത്തോടും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി തിരിച്ചു പോവുക. അതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പെരുവനം ഗ്രാമത്തിൽ ആരെങ്കിലും, അതായത് യാഗം നടത്തുന്നുണ്ടെങ്കിൽ അയിക്കുന്ന് ഭഗവതിയുടെ നടയിൽ ഭജനം ഇരുന്നതിന് ശേഷം മാത്രമായിരുന്നു അവിടെ യാഗം നടത്തിയിരുന്നത്. അത്ര ശക്തിയുള്ള, അത്ര ചൈതന്യവത്തായ ഭഗവതി ദുർഗാദേവി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് കേട്ടോ അയിക്കുന്ന് ഭഗവതി പാണ്ഡവഗിരി. കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകളെല്ലാം വന്നു തുടങ്ങിയിരുന്നു കേട്ടോ. 9 മണിയാകുമ്പോഴേക്കും അമ്പലപ്പറമ്പ്
നിറഞ്ഞിരുന്നു. ഞാൻ കുറേ നേരം ഭജനം കേട്ടിരുന്നു. ഭജന നല്ല രസമായിരുന്നു. അത് ഒരു എല്ലാവരും ചൊല്ലുന്നത് ഒരേപോലെയല്ല, നല്ല രസത്തോടു കൂടി തന്നെയാണ് ഇവർ ഭജന ആരംഭിച്ചിരിക്കുന്നത്, ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ ദ്രൗപദി ദിനവും പിന്നെ പൊങ്കാല കുറിച്ചുള്ള വലിയൊരു കട്ടൗട്ടും ബോർഡ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്പലത്തിൽ വരുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഞാനൊരു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ആയിരുന്നു. എനിക്കും ഇതൊക്കെ ഒരു ഓർമ്മകളും എനിക്കും കാണണ്ടേ, എന്നെയും കാണണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ ഭണ്ഡാരടുപ്പിൽ തീ കത്തിക്കാനുള്ള സമയം. അപ്പം എല്ലാവരും പൊങ്കാലകലം അണിയിച്ചൊരുക്കുകയാണ്. നമ്മളും കലവും എല്ലാം മനസ്സും എല്ലാം അലങ്കരിച്ചുകൊണ്ട് ആണല്ലോ പൊങ്കാല ഇടുന്നത്. അപ്പം അങ്ങനെ പൊങ്കാല അടുപ്പിലേക്കുള്ള കാര്യങ്ങളെല്ലാവരും ഇങ്ങനെ നിന്ന് അവരവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടി എല്ലാം നിറവേറ്റിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ ഒരു കലത്തിൽ വെള്ളം ഒഴിച്ച് ഒക്കെ റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ നടന്നു. അപ്പോൾ അതാ മാതാജിയും നന്ദിതാജിയും മാതാജിയും ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ പൊങ്കാല ദിനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേട്ടോ, വിളക്ക് കൊളുത്തി അത് നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു, എല്ലാവരും സമാധാനത്തിലായിരുന്നു. ഒരു തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കും അത് കാണുമ്പോൾ നമുക്കും ഒരു അവിടെ നിൽക്കുന്നവർക്കും വെറുതെ പൊങ്കാലയിടാതെ നിൽക്കുന്നവർക്കും കാണുമ്പോൾ ഒരു സമാധാനം വേണമല്ലോ. അങ്ങോട്ടുകൂടി അങ്ങനെ വെപ്രാളം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സമാധാനത്തിൽ തന്നെയായിരുന്നു. നല്ല ചിട്ടവട്ടങ്ങളോട് കൂടിയ ഒരു ക്ഷേത്രം. അങ്ങനെ മാതാജി വിളക്ക് കൊളുത്തി പൊങ്കാല ഉള്ള അനുമതി, അതായത് ഉദ്ഘാടനം നടത്തി. അതിനുശേഷം തന്ത്രി ഭണ്ഡാര അടുപ്പിലേക്ക് തീ കൊളുത്തി പൊങ്കാല നിവേദ്യം ആരംഭിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഒരു സന്തോഷവും കുളിർമയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഭണ്ഡാരടുപ്പിലേക്ക് തീ കൊളുത്തുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭഗവതിക്ക് നേദിക്കാനുള്ള മനസ്സിൻ്റെ ആ പടിവാതിലങ്ങ് തുറന്ന് വിശാലമായി തുറന്നിങ്ങനെ നിൽക്കായിരിക്കും. പിന്നെ ഇനി ഭഗവതിക്ക് നേദിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ. ഈ ഓരോ പന്തങ്ങളും അതാ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ വെച്ചിരിക്കുകയാണ്. പന്തങ്ങളെല്ലാം കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാവരുടെയും എത്തിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് തീയും പുകയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളം പകർന്ന് എല്ലാവരും അരിയിട്ട് അങ്ങനെ നേദ്യം അങ്ങോട്ട്, അതായത് നമ്മുടെ പൊങ്കാല ആരംഭിക്കുകയും അങ്ങനെ അരിയിട്ട് എല്ലാവരും നേദ്യം ചെയ്തു തുടങ്ങി, നേദ്യം വേവിച്ചു തുടങ്ങി. എന്താ പറയുക, അതിനെ നേദിക്കുക എന്ന് തന്നെയാണല്ലോ. എനിക്ക് വലിയ അറിവുകളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അടുപ്പിലേക്ക് തീ കൊളുത്തി വെച്ച് നമ്മളുടെ പൊങ്കാല ആരംഭിക്കുകയായിട്ടോ. അപ്പം നിറയെ പുകയും നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഈ അമ്പലത്തിന് ചുറ്റുണ്ടല്ലോ തൃശ്ശൂർ കാണാനായിട്ട് സാധിക്കും. കാരണം അത്ര ഉയരത്തിലാണ് ഐക്കുന്ന് ഭഗവതി ക്ഷേത്രം, പാണ്ഡവഗിരി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം ഇന്ന് നല്ല മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല മൂടി കെട്ടിയൊരു അവസ്ഥയായിരുന്നു. നല്ല കഠിനമായി ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മൂടി കെട്ടിയ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു അവിടെ നിൽക്കാൻ. പൊങ്കാലക്കലങ്ങൾ നേദിക്കൽ കഴിഞ്ഞു. എല്ലാവരുടെയും പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി. അത്രയും എന്താ പറയുക, അത്രയും സന്തോഷം, അവരുടെ മനസ്സും നിറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി. അതിനുശേഷം എല്ലാവർക്കും അവിടെ നിന്ന് കഞ്ഞിയും പയറും അച്ചാറൊക്കെ ആയിട്ട് രാവിലെ അവർ ഭക്ഷണം കഴിക്കാതെ എത്തിയവരാണല്ലോ. അങ്ങനെ എല്ലാവർക്കും അവിടുന്ന് അന്നദാനം ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട്, ഭയങ്കര ചിട്ടയോട് കൂടിയിട്ട്, ഒരു തിക്കും തിരക്കും ഇല്ലാത്ത
നല്ലൊരു കാര്യങ്ങൾ ഇവിടെ നമ്മുടെ പൗരസമിതി അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാരെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു അതിനൊക്കെ അവരോട് നന്ദി പറയണം. അതുപോലെ അവർക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. അവരൊക്കെ അത്രയും പവർഫുൾ ആയിരിക്കണം. എന്നാലേ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി നമുക്ക് അത് നോക്കി നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ദേവിയെ ഒന്നുകൂടെ തൊഴുതതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് അജിന്ത്യ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.